നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ പിള്ളേരോട് കളിക്കാൻ മുതിർന്ന തലമുറ വളർന്നിട്ടില്ല. ഫേസ്ബുക്കിൽ 100K ലൈക്ക് നേടുന്ന യുവ നേതാക്കൾ പാർട്ടി പ്രസിഡന്റുമാരുടെ തോളത്ത് കയറിയിരിക്കുന്ന കാലമാണ്. സൂക്ഷിക്കണം. അതെ, പറഞ്ഞു വരുന്നത് നമ്മുടെ VT ബലരാമൻ സാറിനെ കുറിച്ച് തന്നെയാണ്. യുവരക്തത്തിൻ്റെ നേതാവാണ് ടിയാൻ. ശരിക്കും ചൂടുള്ള രക്തമാണ്. ബലരാമൻ സാറിനെ ആര് വിമർശിച്ചാലും അപ്പോൾ ഈ ഉള്ളിലുള്ള യുവരക്തം തിളയ്ക്കും. പിന്നെ പൂരത്തെറിയാണ്. അത് ഫേസ്ബുക്കിലാണോ നേരിട്ടാണോ എങ്ങനെയാണോ സൗകര്യം അങ്ങനെ. അതിപ്പോൾ സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് വിമർശിച്ചാൽ പോലും കിട്ടും നല്ല പുളിച്ച തെറി. ആ മുല്ലപ്പള്ളി ജിക്ക് ഈ ബലരാമൻ സാറിന് ഉപദേശിക്കാൻ പോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? വയറ് നിറച്ച് കിട്ടിയപ്പോൾ മുല്ലപ്പള്ളിക്ക് സമാധാനമായി കാണും. നമ്മുടെ സഭ്യേതരമായ പദപ്രയോഗം ആർക്കെതിരായിട്ട് ഉപയോഗിച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കാകുമ്പോൾ അത് സ്ത്രീത്വത്തിനായിട്ടുള്ള അവമാനമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അത് എത്ര വലിയവർ നടത്തിയാലും ഞാൻ അതേ പറയുള്ളൂ. അതേത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാലും ഞാൻ അതേ പറയുള്ളൂ. അത് രാഷ്ട്രീയ പരിഗണനയോ അല്ലെങ്കിൽ അവരെടുക്കുന്ന നിലപാടുകളോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള അവമാനമായിട്ട് ഞാൻ അതിനെ കാണുള്ളൂ. ആ രൂപത്തിൽ കണ്ടാൽ മാത്രം മതി അത്. പിന്നെ അച്ചടക്കം ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. ഞങ്ങൾക്കൊരു ലൂസ് ഓർഗനൈസേഷനായിട്ട് ഇനി പോകാൻ സാധ്യമല്ല. കാരണം ഞങ്ങളെ കളിച്ചതിന് ഞങ്ങൾ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അത് പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളുവെങ്കിലും ഒലക്കിട്ടിടിച്ചു വളർത്തണം എന്നാണല്ലോ ചൊല്ല്. അത് സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് മുല്ലപ്പള്ളി ജിക്ക് ഇപ്പോൾ ഇത്തരം ബലരാമന്മാരെ ഉപദേശിക്കേണ്ടി വരുന്നത്. ഒലക്കിട്ട് അടിച്ചു വളർത്താനൊക്കെ എവിടെയാ സമയം? മുതിർന്ന നേതാക്കളെല്ലാം ഗ്രൂപ്പ് വഴക്കിൻ്റെ പിറകെയല്ലേ. അപ്പോൾ സ്വാഭാവികമായി യുവതലമുറ വഴിതെറ്റും. അവർ വഴിയിൽ കാണുന്നവരെയൊക്കെ തെറിയും വിളിച്ച് നടക്കും. അവസാനം പാർട്ടി പ്രസിഡന്റ് ഉത്തരം പറയേണ്ടിയും വരും. അല്ലാതെ ചെറുപ്പക്കാർക്ക് ഇപ്പം നോക്കൂ, സോഷ്യൽ മീഡിയ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരാൾക്ക് അതിൽ ചെറുപ്പക്കാർ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് വിഡിത്തമല്ലേ? സാർ ഇപ്പോൾ ചെയ്യുന്നത് കതിരിൽ വളം വയ്ക്കുന്ന പരിപാടിയല്ലേ? ബലരാമൻ സാറ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലല്ലോ. അന്നേ തല്ലി വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ നാണക്കേട് ഉണ്ടാകുമായിരുന്നോ? അപ്പം അതൊക്കെ തന്നെ ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണം. ജാഗ്രത ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രമാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് VT ബലരാമന് അത്തരം ഒരു എന്താണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദത്തെ പുറത്തെടുക്കുന്നതിൽ ഞാൻ എതിർത്തില്ല. നല്ല കാര്യമാണ്. ഒരു കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഒരു നേതാവ് അത്രയധികം ആളുകൾ ഉണ്ടാകുമ്പോൾ അതിന് മോൾക്കോട്ട് കോൺഗ്രസ് അല്ലേ, ഇതൊന്നും ഞാൻ ഡിസ്കറേജ് ചെയ്യുന്നില്ല. പക്ഷേ ഈ അനുയായികളെ വെച്ചുകൊണ്ട് നമ്മുടെ സഭ്യേതരമായ പദപ്രയോഗം ആർക്കെതിരായിട്ട് ഉപയോഗിച്ചാൽ അത് അംഗീകരിക്കാൻ. ബലരാമൻ സാറിനെ നേർവഴിക്ക് നടത്തിക്കാനായി പാർട്ടി പ്രസിഡന്റ് ഒന്ന് ഉപദേശിക്കാൻ പോയതാണ്. വയറ് നിറച്ച് തിരിച്ചു കിട്ടി. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഇഷ്ടമുള്ളത് എഴുതും എന്നാണ് ബലരാമൻ സാർ പറഞ്ഞത്. ആഹാ, എന്തൊരു നല്ല അനുസരണ. ഇങ്ങനെ ഇൻസൾട്ട് ആവേണ്ട വല്ല കാര്യവുമുണ്ടോ മുല്ലപ്പള്ളിജിക്ക്? ദീപക്കിന് എന്നെ എത്രയോ വർഷക്കാലം ഞാൻ ഇത് ഇങ്ങനത്തെ ഒരുപാട് ഇൻസൾട്ടൊക്കെ സഹിച്ചുകൊണ്ട് വന്ന ആളാണ്. ഒരുപാട് പ്രവർത്തനം കണ്ടുകൊണ്ട് വളർന്ന ആളാണ് ഞാൻ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതൊന്നും കൊണ്ട് തളരുന്ന ആളുകളല്ല. ഞാനൊരു തീരുമാനം എടുക്കെങ്കിൽ ആലോചിച്ചേ തീരുമാനം എടുക്കാറുള്ളൂ. ഞാൻ എടുത്ത തീരുമാനം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടി പറ്റില്ല. യു നോ മീ ബെറ്റർ ദാൻ എനിബഡി എൽസ് ഹിയർ, അറിയാമല്ലോ. അപ്പം ഞാനെടുത്ത തീരുമാനം കറക്റ്റാണ്. പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കാൻ പാടില്ല. പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ജാഗ്രത വേണം. അച്ചടക്കം ലംഘിക്കോ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും അധിക്ഷേപിക്കോ, ആരധിക്ഷേപിച്ചാലും ശരിയല്ല. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് പറഞ്ഞതുപോലെ ബലരാമൻ സാറിന് എന്ത് AKG. ആളും തരവും നോക്കി വർത്തമാനം പറയാനൊന്നും മുതിർന്ന നേതാക്കൾ ആയ കാലത്ത് ഇവരെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതിൻ്റെ കുഴപ്പമാണ്. അങ്ങനെയാണ് AKGയെ വരെ ബലരാമൻ സാറ് തെറി പറഞ്ഞത്. AKGയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പ്രതികരിക്കാൻ കാരണം? AKG എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ മറക്കുക, AKG എന്ന ഫ്രീഡം ഫൈറ്റർ മറക്കാൻ സാധിക്കുമോ? അദ്ദേഹം എന്ന കോൺഗ്രസിൻ്റെ കർമ്മപടനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ആക്റ്റീവായിട്ട് കൃഷ്ണപിള്ളിയും അദ്ദേഹവും അന്ന് അറിയാമല്ലോ, കേളപ്പൻ്റെ കൂടെ KP കേശവമേനൻ്റെ കൂടെ CK ഗോവിന്ദനാരുടെ കൂടെ വലങ്കൈയായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അവരുടെ കോൺട്രിബ്യൂഷൻ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രകോപനമില്ലാതെ ആരെങ്കിലും അധിക്ഷേപിക്കുക, I just cannot accept it. AKG ഏത് ഗാന്ധിജി ഏത് എന്ന് തിരിച്ചറിയാത്തവരെ അച്ചടക്കം പഠിപ്പിക്കാൻ നടക്കുന്ന മുല്ലപ്പള്ളിജിയെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ, ഒരു പാർട്ടി പ്രവർത്തകരാണെങ്കിൽ, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു അച്ചടക്കമുണ്ട്, അല്ല എല്ലാ പാർട്ടിക്കും ഉണ്ട്. അതിൻ്റെ സീമകൾ ലംഘിക്കാൻ പാടില്ല. അത് നമ്മൾ സ്വയം പരിശീലിക്കേണ്ടതല്ലേ. കേരള കോൺഗ്രസിനെ തമ്മിൽ തെറ്റിച്ച് അടിച്ചു പിരിക്കാൻ വേണ്ടി ചെന്നിത്തലാജിയും സംഘവും കുറച്ചു കാലമായി നടക്കുന്നുണ്ടെങ്കിലും കളി ഇപ്പോൾ വേറെ ലെവലായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പിളരുന്നുമില്ല. 2 സീറ്റ് വേണമെന്ന കട്ടായം പറഞ്ഞ് മാണിയും ജോസഫും നിൽക്കുകയുമാണ്.
ആകെ പുലിവാലായി. കേരള കോൺഗ്രസ് സീറ്റ് വിഭജനം ചെന്നിത്തലാജിക്ക് ശരിക്കും തലവേദനയായി. കേരള കോൺഗ്രസുമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. കേരള കോൺഗ്രസിന് ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയുണ്ടായി. പൊതുവായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. യുടെ കണക്കിൽ UDF ഇത്തവണ വൻ പിച്ച വിജയം നേടുമത്രേ. പക്ഷേ ഈ കേരള കോൺഗ്രസ്സുകാരാണ് പ്രശ്നം. അവരുടെ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ആ സീറ്റ് കൂടി ഇങ്ങെടുക്കാമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം UDFനും മതേതര ശക്തികൾക്കും അനുകൂലമാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. മുന്നണിയിലെ ഓരോ പാർട്ടിയും തെക്ക് വടക്ക് യാത്രകൾ നടത്തി ക്ഷീണിച്ചു വന്ന് നിൽപ്പാണ്. നാടിനെ രക്ഷിക്കാൻ ഇത്രയും യാത്രകളൊക്കെ നടത്തിയിട്ടും സ്വന്തം മുന്നണിയെ രക്ഷിക്കാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ നടന്ന 3 യാത്രകളുണ്ട്. ഒന്ന് KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്ന യാത്ര, 2 കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്ര, മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്ര. ഈ 3 യാത്രകളിലും ഉണ്ടായ വൻപിച്ച ജനമുന്നേറ്റം കേരളത്തിലെ UDFന് അനുകൂലമാണ് കേരളം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ഇനിയും 5-ാം തീയതി വൈകിട്ട് എറണാകുളത്ത് വെച്ച് തന്നെ ആലുവയിൽ വെച്ച് ബാക്കി ചർച്ചകൾ ഉണ്ടാകും. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. 5-ാം തീയതിയോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ചെന്നിത്തലാജിയെ മുന്നിലിരുത്തി തന്നെ 2 സീറ്റ് തന്നേ പറ്റൂ എന്ന് പറയാൻ മാണി സാറിന് യാതൊരു ലജ്ജയുമില്ല. ആകെയുള്ള ഒരു സീറ്റ് ജോസഫിന് കൊടുക്കാം എന്ന് പറയാനുള്ള സന്മനസ്സൊന്നും മാണി സാറിനില്ല. കേരള കോൺഗ്രസിന് ഒരു സീറ്റും കൂടി ആവശ്യമാണ്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ 5-ാം തീയതിയോടുകൂടി ഞങ്ങൾ ചർച്ച തുടരും. അപ്പോൾ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതൊന്നുമില്ല. എല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് അതിനിടയിൽ ആവശ്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് അതിന് രമ്യമായ പരിഹാരം ഉണ്ടാകും. നിങ്ങൾ ജോസഫ് സാറ് പിടിച്ച പിടിയാലെ നിന്നാൽ മാണി സാറിന് പിന്നെ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും. അല്ല, പാർട്ടിയിൽ പിന്നെ നമ്മൾ റിക്വസ്റ്റ് വയ്ക്കും. അങ്ങനെയാണല്ലോ എപ്പോഴും. സീറ്റായാലും കുഴപ്പമില്ല. അല്ല, ഇത് എന്ത് കണ്ടിട്ടാണ് ഈ കേരള കോൺഗ്രസ് 2 സീറ്റൊക്കെ ചോദിക്കുന്നത്? ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്താണ്? 2ാമത്തെ സീറ്റ് ലഭിക്കുക. അതിനൊരു പ്രതീക്ഷയാണ് കേരള കോൺഗ്രസിനുള്ളത്. അതിനുശേഷം നമുക്ക് 2 സീറ്റ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുക. ബാക്കി കാര്യങ്ങൾ അതിനുശേഷമുള്ള ചർച്ചകൾ. 2ാമത്തെ സീറ്റുമായി ബന്ധപ്പെട്ട കോട്ടയം ലോക്സഭയ്ക്ക് പുറമെ ഒരു സീറ്റൂടെ, അത് ഇടുക്കിയിലെ ചാലക്കുടി വേണം എന്നുള്ളത് ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിനും ലീഗിനും അവരാവശ്യപ്പെട്ട അധിക സീറ്റ് കോൺഗ്രസ് കൊടുക്കാതിരിക്കുന്നത് എന്താ? അത് അവർക്കങ്ങ് കേന്ദ്രത്തിൽ ഭരിക്കണമെങ്കിൽ ഭൂരിപക്ഷം കൂടിയ ഒറ്റക്കക്ഷിയാകണമത്രേ. പക്ഷേ അതത്ര എളുപ്പം നടക്കുന്ന കാര്യമാണോ? ഈ ജയിച്ചു പോകുന്നവർ കോൺഗ്രസ് ആയി തന്നെ അങ്ങോട്ടേക്ക് എത്തുമോ? BJPക്കെതിരെയുള്ള ആ നിര ബലപ്പെടുത്തുന്നതിന് ഉതകുന്ന സമീപനം എല്ലാവരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അവിടുത്തെ നില പരിശോധിച്ചാൽ സംശയം തോന്നും. ചില സമീപനങ്ങൾ 1-ഓ 2-ഓലൊന്നും അധികം ഉണ്ടാവില്ല. പക്ഷെ ആ 1ഉം 2ഉം ഉണ്ടായിക്കൂടാലോ. ആ 1-ഓ 2-ഓ സീറ്റ് BJPക്ക് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സമീപനം ആകാമോ? അത് അവിടെ അത്തരം സമീപനം സ്വീകരിക്കുന്നവരെ ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. കാശു മറിഞ്ഞാൽ MLA അല്ല MP-യും ഈസിയായി അപ്പുറത്തേക്ക് ചാടും. പക്ഷേ അവർ കോൺഗ്രസ്സുകാരായിരിക്കണം. MLA-മാർക്ക് കോടികൾ വാഗ്ദത്തം ചെയ്യുന്നു. മാധ്യമങ്ങളിൽ വന്നത് 20 കോടി 25 കോടി മുതൽ 40 കോടി വരെ എന്നാണ്. ചിലർ പറയുന്നത് അതല്ല, അതിനേക്കാളും കൂടുതലാണെന്നാണ്. ഇത് ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളെ വഞ്ചിക്കാത്തവരാവണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് ആർക്കും ഒരാശങ്കയും ഉണ്ടാവില്ല. എത്ര കോടികൾ ഒഴുക്കിയാലും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അംഗങ്ങളായിരിക്കും ഇവിടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നവരെന്ന് അനുഭവത്തിലൂടെ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഈ അടുത്ത് കണ്ണൂരിലെ ഒരു കോൺഗ്രസ് നേതാവ്
മാരാർജി ഭവന്റെ പറമ്പ് വരെ എത്തി തിരിച്ചു വന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാലും അതിൽ വീഴാതിരിക്കൽ പ്രധാനം. നമുക്കറിയാം, ഒട്ടേറെ പേർ കോൺഗ്രസിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ടവർ ചിലര് നല്ലതുപോലെ അങ്ങോട്ട് പോയി പിന്നീട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നവരുണ്ട് എന്നുള്ളത് എത്രയോ പരമയാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജി സുധാകരൻ സാർ പൊതുമരാമത്ത് മന്ത്രിയായി വന്നതിന് ശേഷം മൊത്തത്തിലൊരു മാറ്റമുണ്ട്. റോഡെല്ലാം പുത്തൻ പുതിയതായി. പക്ഷെ എന്തു പറയാനാ, പൊതുമരാമത്തുകാർ റോഡുണ്ടാക്കും, ആ വാട്ടർ അതോറിറ്റിക്കാർ പിറ്റേന്ന് തന്നെ വന്ന് അതെല്ലാം കുത്തിപ്പൊളിക്കും. ഗവൺമെന്റിന് വേണ്ടി നിർമ്മിക്കുന്നു, അവർ വെട്ടിപ്പൊളിക്കുന്നു. അത് ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. PWD റോഡിൽ അവർ പറയുന്ന പോലല്ലേ ചെയ്യേണ്ടത്. നിങ്ങളുടെ പുരയിടത്തിൽ വന്നിട്ട് നിങ്ങൾ പറയുന്ന കേൾക്കാൻ എന്തെങ്കിലും നിങ്ങൾ സമ്മതിക്കുമോ? ഞാനായതുകൊണ്ടാണ് ഈ വെട്ടിവീഴ്ച കാണിക്കുന്നത്. അത് വെള്ളം പ്രധാനമല്ലേ. ശരി, ആലപ്പുഴ തകഴിയിലെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നില്ല. അന്നേ അവർ എതിർത്തതല്ലേ കൊണ്ടുപോകുന്നത്. ഞാൻ ഇടപെട്ടിട്ടാ പ്രശ്നം എടുത്തത്. അവിടെ കൂടി വെള്ളം കൊടുക്കാറുണ്ടല്ലോ. ഈ പമ്പയാറ്റിൽ എടുത്താൽ പോരായിരുന്നു ഈ വെള്ളം. ഇവിടെ ഇഷ്ടംപോലെ വെള്ളമല്ലേ. അത് കാശ് വാങ്ങാൻ വേണ്ടി അത്രയും ലെങ്തായിട്ട് 10-25 കിലോമീറ്റർ ഈ കുട്ടനാട്ടിൽ കൂടെ ഇത് വലിക്കുമ്പോൾ ഭയങ്കര പൈസ കിട്ടും. അല്ല, ഇവിടെ വെള്ളമല്ലേ കിടക്കുന്നത്? വെള്ളാത്തോതി വെള്ളമല്ലേ കിടക്കുന്നത്? പൈപ്പിൻ്റെ നീളം വളരെ കുറവായിരിക്കത്തില്ലേ? അതിൻ്റെ ഓഫീസ് പോലെ ഇവിടെയല്ലേ. അപ്പോൾ ഇതേപ്പറ്റി അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ഗവൺമെൻറ് ഞാൻ പി ജോസഫ് പറഞ്ഞു, അതേ അന്വേഷിച്ചില്ല. കാശടിക്കാനായി ചില കോൺട്രാക്ടർമാർ ചെയ്യുന്ന പണിയാണ്. അതൊരു തട്ടിപ്പ് ട്രൂപ്പാണ്. എല്ലാം കൂടെ 1-2 കോടി രൂപ അയാളോട് വാങ്ങിയിട്ടുണ്ട്. എന്നാലും എനിക്ക് ലാഭമാണ്, ഭയങ്കര ലാഭമാണ്. അയാൾ പറഞ്ഞു എനിക്ക് ലാഭമാണ് സാറേ, കാരണം എനിക്ക് 3 ചിലവായിട്ടുണ്ട്. പിന്നെ മോശപ്പെട്ട പൈപ്പാണെന്ന് പുള്ളി തന്നെ പറഞ്ഞു. കാരണം പൈപ്പ് വാങ്ങി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്, പൊട്ടുന്ന പൈപ്പേ വാങ്ങത്തുള്ളൂ. ഇത് MP ഗംഗാധരനെ കുറേ ചീത്ത നമ്മൾ വിളിച്ചതല്ലേ. അദ്ദേഹം മരിച്ചിട്ടും ഈ പൈപ്പ് മാറിയില്ലല്ലോ, അദ്ദേഹം മാത്രമാണ്. ഇത് അതിനകത്തെ ഒരു കച്ചവടമാണ്. ഇപ്പൊ കൃഷ്ണൻകുട്ടി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കാൻ ഞാൻ അവസാനിപ്പിക്കണം. അപ്പോൾ ഇന്നത്തേക്കുള്ള വക ഇവിടെ തീരുകയാണ്. നാളെ കുറേ കാഴ്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.